അപ്പോൾ നമ്മളെ കഴിഞ്ഞ ഓവർസിയർ ഗ്രേഡ് 3യുടെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് 65.33 ആണ്. അപ്പോൾ ഇവിടെ ഒരു മോസ്റ്റ്ലി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതായിരുന്നു, അവിടെ സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ള ഒരു പേപ്പറായിരുന്നു. ആൾക്കാർക്ക് ചിലപ്പോൾ കംഫർട്ടബിൾ ആവത്തില്ല. അപ്പോൾ അവർ PWD ഇറിഗേഷൻ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ച് ഉറപ്പായിട്ടും KWD അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വൈസുകൾ ഈ ഒരു പോസ്റ്റിൽ വരാം. അതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് തേർഡ് ഗ്രേഡ് അഡ്വൈസുകൾ പോകുന്ന തേർഡ് ഗ്രേഡ് ആയിരിക്കും. പിന്നെ സെക്കൻഡ് ഗ്രേഡ്, ഫസ്റ്റ് ഗ്രേഡ് ഏറ്റവും കുറവാണ്. ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നത് ആപ്ലിക്കേഷൻ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഹായ് ഓൾ, വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ഒരു നോട്ടിഫിക്കേഷൻ അല്ലേ, നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3. അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോ സെഷനിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ സെഷനിലോട്ട് പോയാലോ? അതെ. അപ്പോൾ വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 0332024. ഇവിടെ കണ്ടോ, ആന്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് അങ്ങനെ കൊടുക്കുള്ളൂ. കാരണം റാങ്ക് ലിസ്റ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആകുമ്പോൾ മിക്കവാറും ഇങ്ങനെ തന്നെ പറയാം. മാത്രമല്ല ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വേക്കൻസി, കാരണം ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഓവർസിയർ ഗ്രേഡ് 3 കേരള വാട്ടർ അതോറിറ്റി. അതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് തേർഡ് ഗ്രേഡ് അഡ്വൈസുകൾ പോകുന്ന തേർഡ് ഗ്രേഡ് ആയിരിക്കും. പിന്നെ സെക്കൻഡ് ഗ്രേഡ്, ഫസ്റ്റ് ഗ്രേഡ് ഏറ്റവും കുറവാണ്. ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നത് ആപ്ലിക്കേഷൻ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മുടെ എനിക്കൊരു നോട്ടിഫിക്കേഷനിൽ തന്നെ ഇക്വലൻ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഒക്കെ പറയുന്നുണ്ട്. എന്നാലും ട്രൈബ്യൂണലിന്റെ വിധിയാണ് ഫൈനൽ. പക്ഷേ നിങ്ങൾ അപ്ലൈ ഇപ്പോൾ നമ്മൾ അറ്റ് പ്രസന്റ് എന്താണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം. അത് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്, ടൈം എടുക്കും അതിലേക്ക് കറസ്പോണ്ട് ചെയ്യാം. അപ്പോൾ മേ ബി ഫേവർ ആയിട്ട് വരാം. അപ്പോൾ ആ ടൈമിൽ ഫേവർ ആയിട്ട് വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു അവസരം പഠിച്ചില്ല എന്ന് വന്നാലും പ്രശ്നമാണ്. നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക, ബാക്കി നമുക്ക് അതിനനുസരിച്ച് നോക്കാം. പിന്നെ IT ഉദ്യോഗാർത്ഥികൾക്ക് ധൈര്യത്തോടെ പഠിച്ചിറങ്ങാൻ, കാരണം അവരുടെ കയ്യിൽ നിൽക്കുന്ന ഒരു എക്സാം തന്നെയാണ് ഇത്. പിന്നെ അവരുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ്. ഓവർസിയർ എക്സാം എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഗ്രേഡ് 3 എക്സാമുകളൊക്കെ നിമി ബേസ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റ് ബേസ് ചെയ്ത് അതിന്റെ കണ്ടന്റുകൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ സിലബസിനെ ബേസ് ചെയ്ത ഒരു വീഡിയോ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ട് സിവിൽ, മെക്കാനിക്കൽ ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള സ്റ്റഡി പ്ലാൻ പോലെ തന്നെ നമ്മൾ റീസെന്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമുക്ക് ഏജ് ലിമിറ്റ് ഒക്കെ 18 to 36 നോർമൽ കേസ് തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ 2018 കാറ്റഗറി നമ്പർ 2018 വന്ന നോട്ടിഫിക്കേഷൻ എക്സാം നടന്നത് 2020. പക്ഷേ അത് നിങ്ങൾ ഇപ്പൊ നോക്കരുത്. 18ഉം 21ഉം ഒക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസം PSCക്ക് വന്നിട്ടുണ്ട്. ട്രെൻഡ് നമുക്കറിയാം. 2023 നോട്ടിഫിക്കേഷൻ വന്നാൽ 2024 തന്നെ അതിന്റെ എക്സാം നടക്കുകയും ചെയ്യും. മാത്രമല്ല റാങ്ക് ലിസ്റ്റ് ഉടനെ വരും, ഗ്യാപ്പുകൾ വളരെ കുറവാണ്. അപ്പൊ ഇതിപ്പോ നോട്ടിഫിക്കേഷൻ നമുക്ക് 2024 വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും 2025 ആദ്യ 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാം പ്രതീക്ഷിക്കാം. നമുക്ക് 21 എക്സാം നടന്ന് റാങ്ക് ലിസ്റ്റ് 22 തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും 2025 പകുതിയോടെ എക്സാം വരാം, 2025 എൻഡോ അല്ലെങ്കിൽ 2026 ആദ്യത്തോടെ നമുക്ക് ഇതിന്റെ നോക്കിക്കേ. നിങ്ങൾ 2022 ലിസ്റ്റ് വന്നത്, 2025 ഏപ്രിൽ എന്ത് ചെയ്യും, ഈ ലിസ്റ്റ് എന്ത് ചെയ്യും, എക്സ്പയർ. അതിന് മുന്നേ നോട്ടിഫിക്കേഷൻ വന്നത് ഒരു വർഷം ഇനിയും എക്സാം മേ ബി ഇതിന് മുന്നേ നടക്കാം. അപ്പം ഈ ലിസ്റ്റ് എക്സ്പയർ ആയി കഴിഞ്ഞ് ഒരു 3-4 മാസത്തിന് ശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്യും. പിന്നെ മാത്രമല്ല നമുക്ക് ഇപ്പം റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. വേക്കൻസീസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരുപാട് വേക്കൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അവർ ആ ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ ഇടാറുണ്ട്. ഇത് നമ്മൾ പഴയ റാങ്ക് ലിസ്റ്റ് ആണ്, ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് കട്ട് ഓഫ് നോക്കാം. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ഓവർസിയർ ഗ്രേഡ് 3യുടെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് 65.33 ആണ്. അപ്പോൾ ഇവിടെ ഒരു മോസ്റ്റ്ലി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതായിരുന്നു, അവിടെ സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ള ഒരു പേപ്പറായിരുന്നു. കാരണം കഴിഞ്ഞ PSCയുടെ എക്സാമിന്റെ സമയത്തൊന്നും സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം സിലബസ് അങ്ങനെ ഒരു ക്രൈറ്റീരിയ കേരള PSC മെക്കാനിക്കൽ വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചു, സിവിലുകാർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ മെക്കാനിക്കലുകാർക്ക് സിവിൽ എന്ന ആ രീതിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം RCC എന്നൊക്കെ കോഡ് വെച്ചിട്ടൊക്കെ ചോദിച്ചു. അപ്പൊ അത് സിവിലുകാർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കി 50 മാർക്കാണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ച് മാത്രം പഠിച്ചാൽ പോലും നമുക്കത് കടക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞ കട്ട് ഓഫ് വെച്ചിട്ട് പോലും. പിന്നെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ഒക്കെ പ്രത്യേകത, ഇപ്പോഴത്തെ കട്ട് ഓഫ് ഇതാണ്, പണ്ടത്തെ കട്ട് ഓഫ് ആണ് 65. ഇപ്പം 70, 80, 91 വരെ വന്ന തേർഡ് ഗ്രേഡ് ഓവർസിയർ ഉണ്ട്. PWD ഇറിഗേഷൻ ഒക്കെ 91 വരെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ഈ ഒരു കട്ട് ഓഫ് ഒന്നും നമ്മൾ നോക്കണ്ട. മാത്രമല്ല ഇനി ഇപ്പൊ നടക്കുന്ന എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് PSC എന്ത് ചെയ്യുന്നത്, സിലബസും പബ്ലിഷ് ചെയ്യുന്നത്, ആ സിലബസിന്റെ കറക്റ്റ് വരും. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ഓർഡറിൽ ആ സിലബസിനെ ബേസ് ചെയ്ത് പഠിച്ചു പോകുമ്പോൾ ഉറപ്പായിട്ടും കോമ്പറ്റീഷൻ ഹൈ ലെവലിൽ ഒരിക്കലും ഈ ഒരു കട്ട് ഓഫ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ഉറപ്പായിട്ടും നല്ല ഹൈ കട്ട് ഓഫ് വരും. ഹൈ കട്ട് ഓഫ് വന്നോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ സിലബസിനെ ബേസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. നമ്മുടെ മെയിൻ ലിസ്റ്റിൽ 1517
മെയിൻ ലിസ്റ്റ് മാത്രം. സപ്ലിമെന്ററി ലിസ്റ്റ് ഇതിലും ഒരു എനിക്കൊന്ന് പകുതിയോളം ആൾക്കാർ 700 പേരോളം സപ്ലിമെന്ററി ഒരു ജോബിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടേ കാര്യമുള്ളൂ. സപ്ലിമെന്ററി ലിസ്റ്റിലോട്ടൊന്നും പോയിട്ട് നമുക്കൊരു ജോബ് എന്ന് പറയുന്ന ആ ഒരു ഡ്രീമിലേക്ക് പോകാൻ പറ്റില്ല. ലിസ്റ്റിലുണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. പറയാൻ പറ്റും. ഈ 1517 പേരുള്ള ലിസ്റ്റിൽ നമുക്ക് ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസ് 788 ആണ്. ഇനിയും ഒരു വർഷത്തോളം വാലിഡ്. അപ്പൊ പകുതിയോളം ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ആയി മെയിൻ ലിസ്റ്റ്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം അത് എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ കൂടുതലും മേ ബി ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ വേറെ, അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ കോമൺ ആൾക്കാരായിരിക്കും. ഇപ്പൊ ഗ്രേഡ് 1 എയോ ഗ്രേഡ് 2 കിട്ടിയാൽ പോലും പിന്നെ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ വാട്ടർ അതോറിറ്റി കുറച്ച് വർക്ക് ചെയ്യാൻ ആൾക്കാർക്ക് ചിലപ്പോൾ കംഫർട്ടബിൾ ആവത്തില്ല. അപ്പൊ അവർ PWD ഇറിഗേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ച് പോകും. അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വൈസുകൾ ഈ ഒരു പോസ്റ്റിൽ വരാം. പ്രതീക്ഷിക്കാം. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ജനറൽ 733 വരെ പോയായിരുന്നു അല്ലേ? സാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ഇവിടെ പറയാം. ഇവിടെ ആകെ നമുക്ക് നമ്മുടെ എന്താ പറയാ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്ന SC ST അതുപോലെ തന്നെ LC ഈ 3 കാറ്റഗറി പോകാൻ ചാൻസ് ഉള്ളൂ. മെയിൻ ലിസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. മുസ്ലിംസ് 809 OBC. അപ്പം അതാ പറഞ്ഞ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മുടെ ജോലി സാധ്യത കുറയുകയാണ്. എപ്പോഴും മെയിൻ ലിസ്റ്റ് നിങ്ങൾക്ക് ഒരു നല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ കിട്ടും. പക്ഷേ റിസർവേഷൻ നമ്മുടെ റിസർവേഷൻ ഉള്ള ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ കുറവായിരിക്കും. അതർവൈസ് റൊട്ടേഷൻ ചാർട്ട് ഒക്കെ ഉണ്ട്, കുറെ കാര്യങ്ങൾ. അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ എല്ലാവരും പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ ലിസ്റ്റിൽ നിന്ന് ഓപ്പൺ കാറ്റഗറി പോകുന്നതും റിസർവേഷൻ കാറ്റഗറി ഒത്തിരി റാങ്ക് ഡിഫറൻസ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഏകദേശം അടുത്തടുത്ത നമ്പർ 735 ഉണ്ട്. വലിയ ഡിഫറൻസ് ഇല്ല. പഠിക്കുന്നു. അപ്പൊ നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് റിസർവേഷൻ എന്നുള്ള റൊട്ടേഷൻ ചാർട്ട് ഒക്കെ അത് നോക്കേണ്ടി വരും. അതിനൊന്നും നിൽക്കേണ്ട. അതൊക്കെ സെക്കൻഡ്. പലരും പറയാറുണ്ട് ജനറൽ കാറ്റഗറി ആണ് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. പഠിക്കുക, നമ്മൾ പഠിക്കുക, സിലബസ് ഉണ്ട്, പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, എക്സാം നന്നായിട്ട് എഴുതുക. അതിനുശേഷം മാത്രം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ആലോചിച്ചാൽ മതി. പ്രശ്നം നമുക്ക് ഒരുപാട് ജോലികളുണ്ട് പഠിച്ചു തീർക്കാനൊക്കെ. അപ്പൊ അതിൽ ഫോക്കസ് ചെയ്യുക നമ്മൾ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ്. ഗ്രേഡ് 3യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ സിവിലിനും മെക്കാനിക്കലിനും വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തുള്ള ഒരു എങ്ങനെ പഠിക്കണം, എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം സബ്ജക്റ്റിനെ. സിവിൽ ഉദ്യോഗാർത്ഥികള് മെക്കാനിക്കൽ ഏതൊക്കെ ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് കൊടുക്കണം, മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ സിവിലിന് ഏതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു വീഡിയോ കാണുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് പുതിയ വീഡിയോസിലേക്ക് ഷെയർ ചെയ്യുക. കേരള വാട്ടർ അതോറിറ്റി ഓവർസീസ് ഗ്രേഡ് 3 നല്ലൊരു അവസരമാണ്. എസ്പെഷ്യലി IT ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണ്. ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. ഇനിയുള്ള ഒരു 6-7 മാസം കണ്ടിന്യൂസ് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു സർക്കാർ ഉദ്യോഗം നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.